തന്ത്രി ഒരു നുള്ളു ഭസ്മം കയ്യിലെടുത്ത് മന്ത്രം ചൊല്ലാൻ ആരംഭിച്ചു. ശേഷം ഭസ്മം അഗ്നിയിൽ സമർപ്പിച്ചു. അഗ്നി ആളി ഉയർന്നു. കത്തി ജ്വലിക്കുന്ന ഹോമകുണ്ഡത്തിലെ അഗ്നിയിൽ ശങ്കരനാരായണൻ തന്ത്രി ശ്രീപാർവതിയുടെ വിശ്വരൂപം കണ്ടു. ഇടതൂർന്ന മുടി തിരുനേറ്റി മുറിഞ്ഞ് രക്തം മുഖത്താകെ പടർന്നിരിക്കുന്നു. നീണ്ട ദ്രംഷ്ട്രകൾ കീഴ്ചുണ്ട് തുളച്ചിറങ്ങിയിരിക്കുന്നു. കണ്ണുകളിൽ രക്തവർണം, ചുണ്ടുകൾക്കിടയിലൂടെ രക്തം ഒഴുകിയിറങ്ങുന്നു. ഒരു നിമിഷം ശ്വാസം നിലച്ചിരുന്നുപോയി ആ മഹാമാന്ത്രികൻ. തന്ത്രികൾ തന്റെ വാക്കുകൾക്കായി ചെവിയോർത്തിരുന്ന കൃഷ്ണമേനോന്റെ മുഖത്തേക്ക് നോക്കി. മേനോനെ, അവൾ നാം ഉദ്ദേശിച്ചതുപോലെയല്ല, ഉഗ്രരൂപത്തിലായിരിക്കണു. കൃഷ്ണമേനോന്റെ തൊണ്ട വരണ്ടു. അയാൾ വിയർത്തു തുടങ്ങി. ഉഗ്രരൂപത്തിലെന്ന് പറയുമ്പോ കാര്യസ്ഥന്റെ ചോദ്യത്തിന് തന്ത്രി നൽകിയ മറുപടി വെള്ളടി പോലെയാണ് മേനോനും കുമാരനും കേട്ടത്. ഇയാളുടെ രക്തത്തിന്റെ അംശം ഞാൻ അവളെ ആവാഹിച്ച് ബന്ധിച്ച ആണിയിൽ പറ്റിയതാണ് എല്ലാം കീഴ്മേൽ മറിഞ്ഞത്. അവൾ ഇപ്പോ വെറും ഒരു യക്ഷിയല്ല, രക്ഷസാണ്, രക്തരക്ഷസ്.